കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാധാന്യമോ പ്രസക്തിയോ ഉള്ളൊരു ഉപതെരഞ്ഞെടുപ്പല്ല നിലമ്പൂരിൽ നടക്കുന്നത്. നിയമസഭയുടെ കാലാവധി തീരാൻ ഇനി മാസങ്ങൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, ഭരണമുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നിയമസഭയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഔട്ട്കം എന്ത് തന്നെയാണെങ്കിലും അത് പൊതുവായ രാഷ്ട്രീയത്തെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. പിന്നെ ഇതിന് ചെറിയൊരു പ്രാധാന്യം പറയാവുന്നത് ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തത്. നിലമ്പൂരിനെ സംബന്ധിച്ചുള്ളൊരു സവിശേഷതയുള്ളത്, ഇടതുപക്ഷത്തെ ഒരു MLA ഇടതുപക്ഷത്തോട് വിട പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെച്ചു. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ രാജിവെച്ച MLA വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹത്തിന് LDFൻ്റെ പിന്തുണയില്ല, UDFൻ്റെ പിന്തുണയില്ല. രണ്ട് മുന്നണികൾക്കും സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികളുണ്ട്. ഒരു ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ BJP മടിച്ചാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ SDPI ആദ്യമേ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ സ്വതന്ത്രന്മാർ വേറെയുമുണ്ട്. അതിനുപരി ഈ കളിക്കളത്തിൽ ഇല്ലാത്ത ചില കഥാപാത്രങ്ങൾ, ഒന്ന് വെൽഫെയർ പാർട്ടിയാണ്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ, മറ്റത് PDP ആണ്, പിന്നെ ഹിന്ദു മഹാസഭ, ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ. ഇതൊന്നും വലിയ ജനസ്വാധീനമുള്ള പാർട്ടികളല്ല. ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ അവരുടെ പിന്തുണ ഓരോ സ്ഥാനാർത്ഥികൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോൾ കാട്ടുപന്നിയെ പിടിക്കാൻ കെണിവെച്ച ഇതിലൊരു പയ്യൻ ഷോക്കേറ്റ് മരിച്ച പോലെയുള്ള ദാരുണമായ സംഭവങ്ങൾ മുതൽക്ക് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വരെ വലിയ ക്യാൻവാസുകളിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരം നടക്കുന്നത്. പ്രാദേശികമായ വികസന വിഷയങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയമോ ദേശീയ രാഷ്ട്രീയമോ അല്ല, അന്തർദേശീയ രാഷ്ട്രീയം വരെ അവിടെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ആരാണ് ഹമാസിനെ കൂടുതൽ അനുകൂലിച്ചത്, ആരാണ് കൂടുതൽ കൂറ് തെളിയിച്ചത് എന്ന വിഷയമടക്കം. അത് മുതൽക്ക് ഈ പന്നി പിടിക്കാൻ വെച്ച കെണിയിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി ഷോക്കടിച്ച് മരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം, അതല്ലെങ്കിൽ ആശാ പ്രവർത്തകരുടെ സമരം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ചർച്ചാ വിഷയമാകുന്നുണ്ട്. നേർക്കുനേർ പോരാട്ടം LDFും UDFും തമ്മിലാണ്. അൻവർ അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്ക് ന്യൂസൻസ് വാല്യൂ മാത്രമേ ഉള്ളൂ. അതൊന്നും വലിയ പ്രസക്തമാകുകയും ചെയ്യും എന്ന് തോന്നുന്നില്ല. പിന്നെ സാമുദായികമായ ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ വളരെ ശക്തമായ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റുകയില്ല. സാമുദായികമായ ചില ഘടകങ്ങൾ അവിടെ ഉണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമായ മതേതര പ്രതിച്ഛായുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണമുന്നണിയിൽ തന്നെയുള്ള ചില ഘടകകക്ഷികൾക്ക് അദ്ദേഹത്തോട് താല്പര്യമില്ല എന്നുള്ളത് പ്രസിദ്ധമാണ്. പിന്നെ മതമൗലികവാദികൾ, മതരാഷ്ട്രവാദികൾ, ഇതുപോലെയുള്ള തീവ്രവാദ വിധ്വംസക സംഘടനകൾ, അവർക്കൊന്നും ഷൗക്കത്തിനോട് താല്പര്യമില്ല. അതേസമയത്ത് ഈ വോട്ടുകൾ CPM സ്ഥാനാർത്ഥിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ള പ്രതിച്ഛായയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടർക്കും ഈ രണ്ട് സ്ഥാനാർത്ഥികളോടും തുല്യ നിലയിലുള്ള ഒരു വിപ്രതിപത്തിയാണ് ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ സ്വാഭാവികമായിട്ടും ഈ അവിടെ വീണ്ടും മത്സരിക്കുന്ന മുൻ MLA കൂടിയായിരിക്കുന്ന അൻവറിലേക്ക് പോകാനാണ് സാധ്യത എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള വോട്ടുകളിലാണ് മത്സരം നടക്കുന്നത്. മതേതര വോട്ടുകൾ എങ്ങനെ ഭിന്നിക്കും എന്നുള്ളത് ആണ് ഈ തർക്കത്തിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥമായ സമവാക്യം കുടികൊള്ളുന്നത്. മാത്രമല്ല BJP ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കുടിയേറ്റക്കാരായ ക്രൈസ്തവരുടെ എത്ര വോട്ട് കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അദ്ദേഹം നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇത്രയും നാളും കേരള കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ്. പെട്ടെന്നൊരു ദിവസം BJPയിലേക്ക് സ്നാനപ്പെടുകയും താമര അടയാളത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പാർട്ടിയിൽ അംഗത്വം എടുത്തത് എന്നൊരു കൗതുകം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് എത്ര വോട്ട് സമാഹരിക്കാൻ കഴിയും? അല്ലെങ്കിൽ BJPയിൽ നിന്ന് ചോർന്നു പോകുന്ന വോട്ടുകൾ അത് LDFിനാണോ UDFിനാണോ ഗുണം ചെയ്യുക എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഈ വോട്ടുകൾ നിർണായകമാകാൻ സാധ്യതയുണ്ട്. കാരണം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതല്ല, ഒരു സ്ഥാനാർത്ഥി നല്ല മാർജിനിൽ ജയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അപ്രസക്തമാകും. സംസ്ഥാന വ്യാപകമായിട്ട് LDFിനെതിരെ ഒരു ജനവികാരമുണ്ട് എന്നുള്ളത് സത്യമാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുമുണ്ട്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് ആ രീതിയിൽ പ്രതിഫലിച്ചുകൊള്ളണം എന്നില്ല. പൊതുതെരഞ്ഞെടുപ്പിൻ്റെയും ഉപതെരഞ്ഞെടുപ്പിൻ്റെയും വോട്ടിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ സ്ഥലത്ത്, ഒരു അസംബ്ലി മണ്ഡലത്തിൽ രണ്ട് മുന്നണികളും വളരെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുകയും
തീ പാറുന്ന മത്സരം നടത്തുകയും ചെയ്യും. ധാരാളം പണം ചെലവഴിക്കും. മദ്യം അവിടെ ചാലിയാറിൻ്റെ ഒരു കൈവഴിയായിട്ട് ഒഴുകും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കും. ഇതൊക്കെ ഏത് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ പ്രതിഫലിക്കുകയില്ല. 6 മാസം കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ പോലും ഈ വികാരമായിരിക്കില്ല പ്രതിഫലിക്കുക അല്ലെങ്കിൽ പ്രതിധ്വനിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അല്ലെങ്കിൽ ആര് തോക്കും എന്നുള്ളത് കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വളരെ പ്രസക്തമോ വളരെ പ്രധാനവുമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. പിന്നെ ഏത് സ്ഥാനാർത്ഥിക്കാണ് ജയസാധ്യത എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചുള്ള UDF സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ്. UDF ആണ് അവിടുന്ന് അധികവും ജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് മേൽക്കൈയുള്ള മണ്ഡലമാണ്. മുസ്ലിം ലീഗ് അല്ല. മലപ്പുറം ജില്ലയിലാണെങ്കിലും നിലമ്പൂരിലും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഈ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് ലീഗ് രാഷ്ട്രീയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ വിപരീത പദമാണ് കോൺഗ്രസ്, കോൺഗ്രസിൻ്റെ വിപരീത പദമാണ് മുസ്ലിം ലീഗ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ സ്ഥലത്തുള്ള കോൺഗ്രസിൻ്റെ വോട്ട് നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും കിട്ടും എന്നൊരു ചൊല്ല് തന്നെ നാട്ടുകാരുടെ ഇടയിലുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ലീഗുമായിട്ട് ഓരോ അടിയും മത്സരിച്ച് പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലീഗിൻ്റെ വോട്ട് കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വോട്ടിൽ ആര്യാടൻ വിരുദ്ധമായ ഒരു വിഭാഗമുണ്ട്. ആ വോട്ടുകൾ തീർച്ചയായിട്ടും സ്വരാജിലേക്കല്ല അൻവറിലേക്കായിരിക്കും പോവുക. പിന്നെ ഉള്ള വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം SDPIയുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ വോട്ടുകളും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുകയില്ല. വെൽഫെയർ പാർട്ടി ഔപചാരികമായിട്ട് ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. പിന്നെ ബാക്കിയുള്ളത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഷൗക്കത്ത് പിടിക്കുകയും അതോടൊപ്പം തന്നെ മതനിരപേക്ഷത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷക്കാരിൽ തന്നെയുള്ള പുരോഗമന ചിന്താഗതിക്കാർ അല്ലെങ്കിൽ നവോത്ഥാന തൽപരരായ ആളുകളുടെ വോട്ടുകൾ എത്രമാത്രം അവിടെ നിന്ന് പിടിക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം മറ്റനുകൂലമായ സാഹചര്യങ്ങളൊന്നുമില്ല. അത് ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രവർത്തന മണ്ഡലം നിലമ്പൂരല്ല. പിന്നെ മുഖ്യമന്ത്രി വരുന്നു, മറ്റ് മന്ത്രിമാർ വരുന്നു, ഉയർന്ന നേതാക്കൾ വരുന്നു, സാംസ്കാരിക നായകർ വരുന്നു, കവികൾ വരുന്നു, കഥാകൃത്തുക്കൾ വരുന്നു. മൊത്തത്തിൽ ഒരു വലിയ ഉത്സവ അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് LDFന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് പണവുമുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് എത്ര വോട്ട് പിടിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ മതമൗലികവാദികളുടെ തീവ്രവാദികളുടെയൊക്കെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയേക്കാം. പിന്നെ അദ്ദേഹത്തിന് കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും കിട്ടാവുന്ന കുറച്ച് വോട്ടുകളുണ്ട്. അതും സമാഹരിച്ചേക്കാം. അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുകയില്ല. BJPയുടെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. SDPയുടെ കാര്യം മഹാകഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുകയില്ല. പിന്നെ ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ PV അൻവർ ഭിന്നിപ്പിക്കുന്ന വോട്ട് കൂടുതലായിട്ട് ആരെ ബാധിക്കും? LDFനെ ബാധിക്കും, UDFനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി വെച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നേ ദിവസത്തെ കണക്ക് വെച്ച് ഏതാണ്ട് ആര്യാടൻ ഷൗക്കത്തിന് ഒരു മേൽക്കൈ ഉണ്ട് എന്നാണ്. ലീഗിലൊരു വിഭാഗം പിണങ്ങി നിൽക്കുകയാണ്. എങ്കിലും അവസാനം വരുമ്പോൾ UDF വികാരം ശക്തിപ്പെടുകയും അദ്ദേഹത്തിന് വോട്ടുകൾ കിട്ടുകയും പുള്ളി ജയിച്ച് നിയമസഭയിൽ പോവുകയും ചെയ്യും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്.